ജനുവരി 29 വ്യാഴാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 28 നല്ല റാലി തന്ന 1% അടുത്ത് റാലി തന്നൊരു ദിവസമായിരുന്നു നിഫ്റ്റിയിലെ ഈ റാലിയെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി IT ആണ്. നിഫ്റ്റി IT 2.62% റാലി തന്നിട്ടുണ്ട്. എന്താണ് നിഫ്റ്റി ITയെ ബൂസ്റ്റ് ചെയ്തത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ US ഫെഡ് റിസൾട്ടുമായിട്ട്, ഫെഡിന്റെ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെയിറ്റിംഗിലാണ്. അപ്പോൾ അതിന്റെ ഒരു ഒപ്റ്റിമിസത്തിലാണ് മാർക്കറ്റ് റാലി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്നുള്ളത് US പുതിയ പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫെഡിന്റെ അടുത്ത്. അപ്പോൾ അത് ഫെഡ് പൂർണ്ണമായിട്ട് അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലും അതിന്റെ ഒരു ഒപ്റ്റിമിസം ഉണ്ട്. ഇനി അത് സ്റ്റഡി ആണെങ്കിൽ പോലും, ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് നിർത്തിയാൽ പോലും അത് ഇക്കണോമിക്ക് നല്ലതാണെന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് ഇന്ത്യയിലെ IT സെക്ടറിന് വലിയൊരു ബൂസ്റ്റായിട്ട് മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാം നമുക്ക്. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ, അവിടുത്തെ ഫെഡ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനികളുടെ ബോറോയിങ്സ് കപ്പാസിറ്റി കൂടും. അവർക്ക് ലോൺ എടുക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലാകുമ്പോൾ കൂടുതൽ ലോണൊക്കെ എടുക്കും. അപ്പോൾ അത് ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണല്ലോ കമ്പനികൾ അധികം ലോൺ എടുക്കുക. അപ്പോൾ ആ ഡെവലപ്മെന്റുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ IT മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഡെവലപ്മെന്റുകളില്ല. അപ്പോൾ അത്തരം ഡെവലപ്മെന്റുകൾക്ക് വേണ്ട അവരുടെ ഔട്ട്സോഴ്സ് സെന്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യയിലെ IT കമ്പനികളാണ്. അപ്പം ഇന്ത്യയിൽ നിന്നുള്ള IT കമ്പനികൾ ആണ് ഇവരുടെ പല ക്ലയന്റുകളും, പല കമ്പനികളുടെയും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യൻ IT കമ്പനികൾക്ക് അത് പോസിറ്റീവായിട്ട് വരും എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിലേക്കുള്ളൊരു ഫ്ലോ, നമ്മുടെ IT സെക്ടറിലേക്ക് ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ വരും. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക എന്ന് പറയുമ്പോൾ അവിടെ കൺവെൻഷനൽ രീതിയിൽ ഇപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന FIIs ഒക്കെ, അത് സേവിങ്സ് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ അവരുടെ സേവിങ്സിന് കുറഞ്ഞ റിട്ടേണേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അവർ ആ ഫണ്ട് ഇവിടെ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ IT കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി കൂടാൻ പോകുന്നു, അവർക്ക് കൂടുതൽ പ്രോജക്റ്റ് കിട്ടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ അങ്ങനെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്ന ആ ഫണ്ട് എടുത്തിട്ട് അവർ ഇങ്ങോട്ട് അലോട്ട് ചെയ്യും. ഇവിടെ ഇന്ത്യൻ IT കമ്പനികളുടെ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് ഇന്നത്തെ FIIസിന്റെ ഡേറ്റ വന്നാലേ നമുക്കറിയുള്ളൂ. ഞാനത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടില്ല, അതിൻ്റെ ഒരു തുടക്കം വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ അത് IT സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ഇവിടെ ഇതിൽ വരാൻ പോകുന്നത് ഈ കറൻസി എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. IT കമ്പനികളുടെ എല്ലാ പേയ്മെൻറ്റുകളും ഇപ്പോൾ വിദേശത്ത് അവരുടെ US കമ്പനികൾക്ക് ഇവരൊരു സർവീസ് ചെയ്തു കൊടുത്താൽ ഇന്ത്യയിലെ IT കമ്പനികൾക്ക് ഡോളറിലാണ് അത് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ നിലവിൽ അവരുടെ ഇത് എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് അവരുടെ എക്കണോമി സ്ട്രോങ് ആകുമ്പോൾ ഡോളറിൻ്റെ വാല്യൂ ഇനിയും സ്ട്രോങ് ആവാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ അത് ആ പേയ്മെൻറ്റുകൾ, ഇന്ത്യൻ കമ്പനികൾക്ക് പേയ്മെൻറ്റുകൾ ഡോളർ രൂപത്തിൽ കിട്ടുമ്പോൾ ആ രീതിയിലും അത് നമ്മുടെ കമ്പനികൾക്ക് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആംഗിളും കൂടെ ഇതിനകത്തുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ് വരുന്നത്, ഓവറാൾ എക്കണോമിക് ഗ്രോത്തിനെ ഇൻട്രസ്റ്റ് കട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. USന്റെ ഓവറാൾ എക്കണോമിക് ഗ്രോത്തിനെ ഇൻട്രസ്റ്റ് കട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ എക്കണോമിക് ഗ്രോത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കമ്പനികളുടെ എല്ലാം ബിസിനസ് കൂടും, അവരുടെ എല്ലാം നിലവാരങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം ആ ബിസിനസ് കൂടുന്നതിനനുസരിച്ച് IT മേഖല സ്വാഭാവികമായിട്ടും IT റിക്വയർമെൻറ്റുകൾ കൂടും, ITയിലെ സർവീസുകൾ കൂടും. അതെല്ലാം വീണ്ടും ഇന്ത്യൻ IT കമ്പനികൾക്ക് ഗുണമായിട്ട് മാറും. ഇത്രയും ആസ്പെക്റ്റുകൾ ഇതിൻ്റെ പിറകിലുണ്ട്. ഒരു നിസ്സാരമായിട്ടുള്ള ഇൻട്രസ്റ്റ് US ഫെഡിന്റെ ഒരു തീരുമാനമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇത് എപ്പോഴും എല്ലാ തവണയും ഇത് നോക്കുന്നതാണെങ്കിൽ ഇത്തവണ ഇതിന് കുറച്ചും കൂടി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പ്രസിഡന്റ് തന്നെ ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റിലാണ് മാർക്കറ്റ് റാലി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് വന്നാൽ, ഇന്നത്തെ നമ്മൾ ഷെയർ ചെയ്ത ലെവലുകളെല്ലാം കൃത്യമായിട്ട് തന്നെ മാർക്കറ്റ് വർക്ക് ചെയ്ത് കാണാം. ആദ്യം ഓപ്പൺ ചെയ്തിട്ട് ഈ ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തത്. പിന്നെ അടുത്ത ലെവൽ വരെ ലെവൽ ടു ലെവൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് ഫാള് വന്നപ്പോഴും വളരെ ഫാസ്റ്റായിട്ടുള്ള ഫാള് വന്നപ്പോൾ ഈ ലെവലിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്തത്. ഇവിടുന്ന് അടുത്ത ലെവൽ വരെ, ഇവിടുന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് അടുത്ത ലെവൽ, അവിടുന്ന് വീണ്ടും ഈ ലെവലിലേക്ക് സപ്പോർട്ട്, നെക്സ്റ്റ് ലെവലിലേക്ക് വീണ്ടും റാലി, പിന്നെ ഈ ലെവലിലേക്ക്. അപ്പം എവിടെ നിന്നൊക്കെ റാലി പോസ് ചെയ്യുന്നുണ്ടോ, സപ്പോർട്ട് എടുക്കുന്നുണ്ടോ, റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടോ, അതെല്ലാം നമ്മൾ തന്ന ലെവലുകളാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഇല്ലെങ്കിലും ഈ ലെവൽ, അങ്ങനെ പ്രീ മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ലൈവ് ട്രേഡ് റെക്കോർഡ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ അന്ന് പ്രീ മാർക്കറ്റ് അനാലിസിസ് കൂടെ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലൈവ് മാർക്കറ്റ് ട്രേഡ് അപ്ലോഡ് ചെയ്യുന്ന ദിവസം ലെവലുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് ലെവൽ കിട്ടാത്തതിൽ വിഷമിക്കേണ്ട, നമ്മുടെ ചാനലിൽ പോയിട്ട്
ഇവിടെ കമ്മ്യൂണിറ്റി ടാബിൽ പോവുക. കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. നിഫ്റ്റിയുടെ ലെവലുകൾ 29-ാം തീയതിയിലേക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ പിക്ചർ കാണാൻ കഴിയും. ആ രീതിയിൽ എടുത്താൽ മതി, കമ്മ്യൂണിറ്റി ടാബിൽ ഉണ്ടാവും. റൈറ്റ്. ഇനി നമുക്ക് നാളത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നാളത്തെ ലെവലുകളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ, മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിസൾട്ടുകൾ വരാനുണ്ട്. അദാനി എൻ്റർപ്രൈസിൻ്റെയും അദാനി പോർട്ടിൻ്റെയും റിസൾട്ട് വരാനുണ്ട്. അതേപോലെ തന്നെ ബജാജ് ഫിൻസർവ്, ബജാജ് ഹോൾഡിങ്സ്, ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള റിസൾട്ടുകളാണ്. പിന്നെ ലെവലുകളിലേക്ക് വന്നാൽ മറ്റ് ഇവൻറ്റുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രധാനപ്പെട്ട ലെവലുകളിലേക്ക് വന്നാൽ നമ്മൾ നാളേക്കിനുള്ള പ്രധാനപ്പെട്ട ലെവൽ, ഈ ലെവൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ലെവൽ ഇനി നമുക്ക് വേണ്ട, പകരം ബാക്കി എല്ലാ ലെവലും സെയിം ആണ്. പിന്നൊരു പുതുതായിട്ടൊരു ലെവൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഇതാണ്. അപ്പോൾ നാളെ ഈ ലെവലായിരിക്കും പ്രധാനപ്പെട്ട ലെവൽ. മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഫ്ലാറ്റായി, ഒരു കുറച്ച് മുകളിലൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നത് കണ്ടാൽ ഈ ലെവലിൽ നിന്നൊക്കെ ബൈ ആണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുക. നെക്സ്റ്റ് ലെവൽ വരെ 23,294 നെക്സ്റ്റ് ലെവൽ. ഈ ഇപ്പം ഇന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽ 23,143. മാർക്കറ്റ് ഇവിടുന്ന് ഈ ലെവലിലാണ്, ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഈ ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഇതേപോലെ തന്നെ നമുക്ക് ബൈ പരിഗണിക്കാൻ പറ്റും. ഈ ലെവലിൽ നിന്നുള്ളൊരു ബൈ ഒക്കെ ആണെങ്കിൽ ഈ 23,743 മുകളിലും കൂടെ, അതിൻ്റെ മുകളിലേക്കും കൂടെ കയറിയിട്ട് ഒന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കുറഞ്ഞ 40 പോയിൻറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഒരു ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്തതിൻ്റെ മുകളിലേക്ക് കയറി സ്റ്റേ ചെയ്തതിന് ശേഷം ഇതേപോലെയുള്ള ഒരു പ്രൈസ് ആക്ഷൻ വന്നതിനൊക്കെ ശേഷം മാത്രം ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വരെ അടുത്ത പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ അപ്പോൾ ഇവിടെ ഇത് കുറച്ച് 23,243 294 ആയതുകൊണ്ട് അവിടെ ആ സമയത്ത് മാർക്കറ്റിൽ ലൈവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലെവലുകളും കൂടെ ഒന്ന് പരിഗണിക്കുക. ഇതുപോലത്തെ സ്വിങ് ഒക്കെ നമ്മൾ ലൈവ് ട്രേഡ് കാണിക്കുന്ന സമയത്ത് വരച്ച് കാണിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ വളരെ മുകളിലുള്ള ലെവൽ, അത്യാവശ്യം സ്പേസുള്ള ലെവലാണെങ്കിൽ ഇത്തരം ലെവലുകൾ പരിഗണിക്കുക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതല്ലെങ്കിലും ഇത്രയും അധികം സ്പേസ് ഉണ്ടാകുമ്പോൾ ഒരു ഇൻ ബിറ്റ്വീനുള്ള ഇവിടെയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇവിടെ വരെ വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ നിന്നൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. പ്രോഫിറ്റ് ബുക്കിംഗ് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാതെ അങ്ങനെ ശ്രദ്ധിക്കുക. ഇനി ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഈ ലെവലിനൊക്കെ താഴെ ഓപ്പൺ ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ സ്റ്റിൽ നിങ്ങൾക്ക് ബൈ സൈഡിലേക്ക് നിൽക്കാം. ഓക്കെ, നിങ്ങൾ ഇത് നാളത്തെ അധിക സിനാരിയോയിലും ഇവിടുന്നും ഒക്കെ നമ്മൾ ബൈയിൽ നിൽക്കാം. അതിന് ഒരു കാര്യം കൂടെ നമ്മൾ കോണ്ടക്സ്റ്റ് ആയിട്ട് എടുക്കണം. ഈ ഫെഡിൻ്റെ റിസൾട്ട് പോസിറ്റീവും കൂടി ആണെങ്കിൽ അതും കൂടെ ക്ലബ് ചെയ്തിട്ട് ചിന്തിക്കുക. അപ്പോൾ കൂടുതലും ഇത്തരം ഏരിയകളിലൊക്കെ ലെവലുകളിലൊക്കെ ബൈയിൽ നിൽക്കുക. നിങ്ങൾ സെല്ലിൽ നിൽക്കേണ്ടത് ഈ ലെവലിന് താഴേക്ക് പ്രൈസ് വന്നിട്ട് റീടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനുശേഷം ലോ ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആദ്യത്തെ തവണ താഴെ വന്ന് പിന്നെ മുകളിലേക്ക് പോയി പിന്നെ ഒന്നും കൂടെ താഴേക്ക് വന്നിട്ട് റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരെ വന്നിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു റീടെസ്റ്റിൽ ഈ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ഷോർട്ടിലേക്ക് പിയിലേക്ക് നിൽക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ബാക്കി ഉള്ള ലെവലുകളിലൊക്കെ ബൈൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കും. റൈറ്റ്, ഇതാണ് നാളേക്കിനുള്ള പ്ലാന്. അപ്പോൾ ഈ ലെവലുകളിൽ ഇത് ഒരു ജസ്റ്റ് ഒരു പ്ലാനാണ്. പ്രൈസ് ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ഇപ്പോൾ ലൈവ് ട്രേഡിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്ലാനൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലോജിക്കലി പ്ലാനുകൾ ഷിഫ്റ്റ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. ഇനി ആദ്യമായിട്ട് ചാനലിൽ വന്നിട്ടുള്ളവരോട് ഒരു റിക്വസ്റ്റ്, നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനലിൽ കയറിയിട്ട് ഹോം പേജിൽ കയറിയിട്ട് മെമ്പർഷിപ്പ് എടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ജോയിൻ ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ വെറുതെ വേണ്ട, പകരം നിങ്ങൾ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ന് ഷെയർ ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോൾ നിലവിൽ അറിയാം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ട്രേഡിൻ്റെ എണ്ണം കുറയും, സ്വിംഗ് ട്രേഡുകളുടെയും പൊസിഷണൽ ട്രേഡുകളുടെ എണ്ണം കുറയും. പക്ഷേ ലോങ് റണ്ണിൽ കഴിഞ്ഞ വർഷം നമ്മൾ 48% റിട്ടേൺ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലോങ് റണ്ണിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, ആ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക്, ഇത്തരം ട്രേഡുകൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡിസ്കോഡിലേക്ക് ആക്സസ് കിട്ടും. അതെങ്ങനെയാണ് കിട്ടേണ്ടത് എന്നുള്ളത്, ഡിസ്കോഡിലേക്ക് എങ്ങനെ ആക്സസ് കിട്ടാമെന്നുള്ളത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്നുള്ളൊരു പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. Okay, bye. See you tomorrow.